ലോകപ്രശസ്തമായ ചാവുകടലിന്റെ തീരത്ത് നിൽക്കുകയാണ് ഞാൻ. അത്ഭുത പ്രതിഭാസമായ ചാവുകടലിന്റെ ജോർദാൻ ഭാഗത്തെ തീരമാണിത്. വിദേശ ടൂറിസ്റ്റുകളും സ്വദേശികളും ചാവുകടലിന്റെ അത്ഭുതങ്ങളിലേക്ക് മുങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ മുങ്ങാൻ കഴിയാത്ത കടലാണ് ചാവുകടൽ. മലർന്നു കിടന്നും വട്ടം കറങ്ങിയും ഫോട്ടോ എടുത്തുമൊക്കെ ചാവുകടലിനെ ആസ്വദിക്കുന്നവർ. ചാവുകടലിലേക്കിറങ്ങാൻ ജോർദാനിൽ വളരെ കുറച്ച് സ്ഥലങ്ങളെ അനുവദിച്ചിട്ടുള്ളൂ. പ്രൈവറ്റ് റിസോർട്ടുകളുടെ അധീനതയിലാണ് കൂടുതൽ ബീച്ചുകളും. ദേഹത്ത് ചാവുകടൽ തീരത്തെ ചെളി പുരട്ടി നടക്കുന്നവർ. ഡെഡ് സീ മഡ് തെറാപ്പി എന്നൊരു സുഖചികിത്സാ സമ്പ്രദായം തന്നെ ജോർദാനിലും ഇസ്രായേലിലുമുണ്ട്. ഇങ്ങനെ ദേഹമാസകലം ചെളി പുരട്ടുന്നതിനെ മഡ് റാപ്പിംഗ് ട്രീറ്റ്മെന്റ് എന്നാണ് പറയുക. ധാതുസമ്പുഷ്ടമായ ചെളിയാണ് ചാവുകടലിലേത്. ത്വക്കിന്റെ മൃദുത്വത്തിനും തൊലിപ്പുറത്തെ പാടുകൾ മായുന്നതിനുമെല്ലാം ഈ ചെളി ചികിത്സ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ചെളി തേച്ച് കുറച്ചുനേരം വെള്ളത്തിൽ നിന്ന ശേഷം പിന്നീട് കടലിലിറങ്ങി അത് തേച്ചു കഴുകിക്കളയുന്നു. ചാവുകടലിലെ ജലത്തിൽ 29% ഉപ്പാണ്. സാധാരണ കടൽ ജലത്തിൽ ഉപ്പിന്റെ അളവ് 4% താഴെയാണെന്നോർക്കണം. ജലത്തിന്റെ അടിയിലും കാണാം ഉപ്പടിഞ്ഞ് ഉറച്ച പ്രതലം. കടലിന്റെ ആഴം കുറഞ്ഞു ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്നുമാണ് ഇങ്ങനെ ദേഹത്ത് പുരട്ടാനുള്ള ചെളി ശേഖരിക്കുന്നത്. ചെളി പ്രത്യേക യന്ത്ര സംവിധാനത്തിൽ വെച്ച് അരച്ചതിനും അരിച്ചതിനും ശേഷമാണ് ശരീരത്തിൽ പുരട്ടുന്നത്. ചെറുതരികളോ മണലോ ചെളിയിൽ കലർന്നാൽ ശരീരത്തിൽ തേച്ചു പിടിപ്പിക്കുമ്പോൾ മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാലാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. പുരാതന കാലം മുതൽ തന്നെ ചാവുകടൽ തീരത്തെ ചെളി ത്വക്ക് രോഗങ്ങൾക്കുള്ള ഔഷധമാണെന്ന വിശ്വാസമുണ്ടായിരുന്നു. പുരാതന ഈജിപ്ഷ്യന്മാർ ചികിത്സകൾക്കായി ഇവിടെ നിന്നും ചെളി കൊണ്ടുപോയിരുന്നു. മൃതദേഹത്തിന്റെ മമ്മിഫിക്കേഷനു വേണ്ടിയും അവർ ചാവുകടലിലെ ചെളി ഉപയോഗപ്പെടുത്തി. ധാരാളം പേർ കടലിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്. ചെളി പുരട്ടി നിൽക്കുന്ന ചിലരൊക്കെ കടലിലേക്കിറങ്ങാൻ അക്ഷമരായി നിൽക്കുകയാണ്. ശരീരത്തിലെ ചെറിയ മുറിവുകളുള്ളവരെ ഈ ചെളിപ്രയോഗം ഭേദമാക്കുമെന്നാണ് ഇന്നാട്ടുകാർ പറയുന്നത്. തീരത്ത് എല്ലാ ഭാഗത്തും പാറയല്ല. ഇങ്ങനെ മണൽ പോലുള്ള ഉപ്പുകല്ലുമുണ്ട്. ക്ലോറൈഡ്, ബ്രോമൈഡ്, മാഗ്നീഷ്യം, സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം എന്നിവയാണ് ഈ ജലത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും നല്ല തെളിഞ്ഞ ജലമാണ്. ആദ്യകാലത്ത് ഡെഡ് സീയിൽ നിന്നും വൻതോതിൽ ധാതുക്കൾ കുഴിച്ചെടുത്തിരുന്നു. പരിസ്ഥിതി നാശമുണ്ടാവുന്നതിനാൽ ഇപ്പോൾ തീരത്ത് മാത്രമായി ഖനനം ഒതുക്കി നിർത്തുകയാണ്. തീരത്ത് കാണുന്ന പാറകൾ പലതും ഇങ്ങനെയാണ്. നൂറ്റാണ്ടുകൾ കൊണ്ട് ഉപ്പും മറ്റു ധാതു ലവണങ്ങളും അടിഞ്ഞു രൂപപ്പെട്ട പാറകൾ. ചാവുകടലിന്റെ കരയിൽ മേൽമണ്ണ് അല്പമൊന്നു നീക്കിയാൽ അത്തരത്തിലുള്ള ഉപ്പുപാറകളുടെ വൻ ശേഖരമുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്കായി അതിൻ്റെ ഖനനം നടക്കുന്നുമുണ്ട്. വളരെ പണ്ടുതൊട്ടേ ചാവുകടൽ തീരത്തെ ധാതുലവണങ്ങൾ അടിഞ്ഞ പാറയും ചെളിയും ഔഷധമായും സൗന്ദര്യവർദ്ധക വസ്തുവായും വിവിധ ജനസമൂഹങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഭൂമിയിലെ ഈയൊരു പ്രദേശത്ത് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ വൻതോതിൽ ധാതുലവണങ്ങൾ അടിഞ്ഞുകൂടിയതെന്ന് വിശ്വസനീയമാം വിധം വിശദീകരിക്കാൻ ഇനിയും ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും പുതിയ കാലത്ത് ചാവുകടലും അതിലെ ജലവും തീരത്തെ ചെളിയുമെല്ലാം ഇന്ന് ജോർദാനും ഇസ്രായേലിനും ഹെൽത്ത് ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകളാണ് തുറന്നു നൽകിയിരിക്കുന്നത്. ഇങ്ങനെ കറുത്തു ചെളി ദേഹത്തണിയാൻ 10,000-കണക്കിന് സഞ്ചാരികളാണ് ഈ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കടൽ തീരത്തു നിന്നും റിസോർട്ട് ഏരിയയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഇവിടെയെല്ലാം പണ്ട് ജലം കയറിക്കിടന്നിരുന്നതാണ്. ഓരോ വർഷം ചെല്ലുന്തോറും ചാവുകടൽ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തുന്ന ചൂടാണ് ഇപ്പോഴിവിടെ. അത് ഏറ്റു നടന്ന് എൻ്റെ ക്യാമറ ചുട്ടുപഴുക്കുന്നു. വേനൽക്കാലം അവസാനിച്ചിട്ടില്ല. 40 ഡിഗ്രി സെൽഷ്യസിന് മേൽ ചൂട് ഈ മരുഭൂപ്രദേശത്തുണ്ട്. ഇവിടെ ഇങ്ങനെയൊരു ചെളിപുരട്ടൽ കേന്ദ്രമുണ്ട്. പിന്നിൽ കാണുന്ന ചെറിയ കെട്ടിടത്തിൽ ഫീസടച്ചാൽ ഇവിടെയുള്ള 2 ജീവനക്കാർ ചെളി പുരട്ടിത്തരും. ഇതാണ് പുരട്ടാനുള്ള ചെളി. വാഹനങ്ങൾക്കിടുന്ന ഗ്രീസ് പോലെയുണ്ട്. 12 തരം ധാതുക്കളുടെ മിശ്രിതമാണ് ചാവുകടലിൽ നിന്നെടുക്കുന്ന ചെളിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സിലിക്കോൺ ഡയോക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, മാഗ്നീഷ്യം ഓക്സൈഡ്, അയൺ ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്
ടൈറ്റാനിയം ഓക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, ഫോസ്ഫറസ് പെൻഡോക്സൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ് എന്നിവയുടെ മിശ്രിതമാണത്. ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു. നേരം 3 മണിയാവാറായിട്ടുണ്ട്. രാവിലെയും ഉച്ച കഴിയുന്ന നേരത്തുമാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. അവരിൽ നല്ലൊരു ശതമാനവും ഇങ്ങനെ കറുത്ത ചെളി തേച്ച് വെയിൽ കായാനും പിന്നെ ചാവുകടലിലേക്കിറങ്ങി ഇതെല്ലാം കഴുകിക്കളഞ്ഞ് കടൽപ്പരപ്പിൽ പൊങ്ങിക്കിടക്കാനും വരുന്നവരാണ്. ഈ ചെളി പുരട്ടലിനും ശാസ്ത്രീയമായ ചില രീതികളുണ്ട്. ശരീരത്തിൽ പരമാവധി സ്ഥലത്ത് സൂര്യതാപം ഏൽപ്പിക്കുകയാണ് ആദ്യത്തെ പരിപാടി. തുടർന്ന് ചാവുകടലിൽ ഒന്ന് മുങ്ങണം. അതിനുശേഷമാണ് ധാതുസമ്പുഷ്ടമായ ചെളി ദേഹമാസകലം തേച്ചു പിടിപ്പിക്കുന്നത്. ചെളി തേച്ച് ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വെയിലത്തു നിൽക്കണം. പിന്നെ കടലിലിറങ്ങി അതെല്ലാം കഴുകിക്കളയുകയും ചെയ്യാം. വീണ്ടും കരയിലേക്ക് പടവുകൾ കയറി തുടങ്ങി. 4 സ്വിമ്മിംഗ് പൂളുകളും ചേഞ്ചിങ് റൂമുകളുമെല്ലാമുള്ള റിസോർട്ടിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശന ഫീസ് 20 ജോർദാനിയൻ ദിനാറാണ്. കടൽ തീരത്തെ ചെളിപുരട്ടൽ കേന്ദ്രങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലുമെല്ലാം വേറെ തുക നൽകുകയും വേണം. നാട്ടുകാരായ സാധാരണക്കാർക്ക് വേണ്ടി ഇതിനടുത്തു തന്നെ മറ്റൊരു ബീച്ചുണ്ട്. 10 ദിനാറാണ് അവിടുത്തെ പ്രവേശന ഫീസ്. ഈ ബീച്ചൊക്കെയാണ് റിസോർട്ടിന്റെ പ്രധാന ആകർഷണം. ഇങ്ങനെ കാണുമ്പോൾ ശാന്തമായ ഒരു ജലാശയം. ഉയർന്ന ലവണാംശം മൂലം ഒരു ജീവിക്കും അതിൽ വസിക്കാനാവില്ലെന്നതാണ് പ്രധാന കാര്യം. ഒരു കവിൾ ചാവുകടൽ ജലം മനുഷ്യൻ കുടിച്ചാൽ മരണത്തിനു വരെ അത് കാരണമാവുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് റിസോർട്ടിന്റെ ഈ ഭാഗങ്ങളെല്ലാം. ശുദ്ധജലം നിറച്ച 4 സ്വിമ്മിംഗ് പൂളുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പടവുകൾ കയറി ആദ്യ ലെവലിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ കാണാം. ഈന്തപ്പനകൾ അതിരിട്ടു നിൽക്കുന്ന സുന്ദരമായ ഒരു നീന്തൽക്കുളം. അതിനടുത്തു നിന്നും വീണ്ടും പടവുകൾ കയറി അടുത്ത ലെവലിലേക്ക് നടക്കാം. ഇവിടെയാണ് 3 സ്വിമ്മിംഗ് പൂളുകളും ചേഞ്ചിങ് മുറികളുമൊക്കെ ഉള്ളത്. ഇത് കുട്ടികൾക്കുള്ള പൂളാണ്. മറ്റൊരു വലിയ സ്വിമ്മിംഗ് പൂൾ ഇതാണ്. അതിൻ്റെ ചുറ്റോടു ചുറ്റുമിട്ടിരിക്കുന്ന മേശകൾക്ക് ചുറ്റും നിരവധി പേർ വിശ്രമിക്കുന്നുണ്ട്. ഡെഡ് സീയിൽ മുങ്ങിവരുന്നവർ ഈ ശുദ്ധജലത്തിലും ഒന്ന് നീന്തിയ ശേഷമേ മടങ്ങൂ. നല്ല ഒരു ഉല്ലാസ കേന്ദ്രമാണ് നീന്തൽക്കുളവും അതിൻ്റെ പരിസരവും. ഈന്തപ്പനകൾ മാത്രമാണ് ഈ പരിസരത്ത് തണൽ നൽകുന്നത്. ഇവിടെ ഒരു നീളൻ കെട്ടിടമുണ്ട്. അതിനകത്ത് ബുഫേ റെസ്റ്റോറൻ്റാണ്. വലിയ തുകയാണ് ഈ റെസ്റ്റോറൻറ്റിൽ വിഭവങ്ങൾക്ക്. ഡ്രൈവർ ഹാബിസ് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. അയാൾ പിണങ്ങുന്നതിന് മുൻപ് കാറിനടുത്തെത്തണം. മരുഭൂമിയുടെ നടുക്ക് ഈ നീലജലത്തിന് വലിയ വിലയാണ്. കാരണം ചുറ്റോടു ചുറ്റും നാം കാണുന്നത് വരണ്ടുണങ്ങിയ മരുഭൂമിയും മലകളും മാത്രമാണല്ലോ. ഈ ഊഷരഭൂമിയിൽ ഈ നീലജലം ആളുകളെ മനഃശാസ്ത്രപരമായി തന്നെ അഡിക്റ്റാക്കി കളയും. വെളിച്ചമുള്ളിടത്തേക്ക് നിശാശലഭങ്ങൾ വന്നെടുക്കുന്നത് പോലെ ഈ നീലജലത്തിലേക്ക് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാളും വന്നു ചേരും. ആ വെള്ളത്തിലൊന്ന് ചാടാനും നീന്താനും അതിൻ്റെ കരയിലിരുന്ന് കാറ്റുകൊണ്ട് ഭക്ഷണം കഴിക്കാനുമെല്ലാം ആരാണ് ആഗ്രഹിക്കാത്തത്? കുളക്കരയിൽ ഇരിക്കുമ്പോഴാകട്ടെ താഴെ ചാവുകടൽ എന്ന മഹാത്ഭുതം കാണാം. അതിനപ്പുറം ഇസ്രായേലാണ്. ജോർദാനിലുള്ളതിലും വളരെയേറെ ടൂറിസം ആക്ടിവിറ്റികൾ ഇസ്രായേലിന്റെ ഭാഗമായ ചാവുകടൽ തീരത്ത് നടക്കുന്നുണ്ട്. റിസപ്ഷൻ ഏരിയ കടന്ന് ഞാൻ പാർക്കിങ്ങിലേക്ക് നടന്നു. അവിടെ ഹാബേസ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അയാൾ തന്റെ ശരീരത്തെ തെല്ലൊന്ന് ശ്രമപ്പെട്ട് സീറ്റിലേക്ക് കയറ്റി. അമ്മാനിൽ എത്രയും വേഗം എന്നെ എത്തിക്കുക എന്നതാണ് ഹാബിസിന്റെ ലക്ഷ്യം. പക്ഷേ സമയം 4 മണിയാവുന്നതേയുള്ളൂ. എനിക്ക് ഏതാനും കാഴ്ചകൾ കൂടി ക്യാമറയിലാക്കാതിരിക്കാനാവില്ല. മൗണ്ട് നെബോ എന്ന പർവ്വതത്തിലേക്ക് വണ്ടി വിടാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഏറെ ചരിത്രവും ഐതിഹ്യവുമുള്ള ഒരു പർവ്വതമാണത്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ചാവുകടൽ 30% ചുരുങ്ങിയിരിക്കുന്നു. ഈ നില തുടർന്നാൽ അടുത്ത ഏതാനും ദശകങ്ങൾ കൊണ്ട് ചരിത്രപ്രസിദ്ധമായ ചാവുകടൽ ഇല്ലാതാവും. അത് സംഭവിക്കാതിരിക്കാൻ കനാലിലൂടെയും ടണലിലൂടെയും ചെങ്കടലിലെ വെള്ളം ചാവുകടലിൽ എത്തിക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ.
മലമ്പാതകളിലൂടെയാണ് യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും 1400 അടി താഴ്ചയിൽ കിടക്കുന്ന പ്രദേശമാണ് ചാവുകടലിന്റെ തീരം. അമ്മാൻ ആകട്ടെ സമുദ്രനിരപ്പിൽ നിന്നും 800 മുതൽ 1200 അടി വരെ ഉയരത്തിലും. ശരിക്കുമുള്ള അറേബ്യൻ നാടുകളുടെ ഒരു ഭൂനിരപ്പ് അതാണ്. ലോകത്തെ ഏറ്റവും താഴ്ചയിലുള്ള ജനവാസ മേഖല ചാവുകടലിന്റെ തീരമാണ്. സമുദ്രജലം കവിഞ്ഞൊഴുകിയാൽ ഇവിടമൊക്കെ വെള്ളത്തിനടിയിലേക്ക് പോകും എന്ന് സാരം. സൊവൈമ എന്ന പ്രദേശമാണിത്. ഇവിടെയെല്ലാം ധാരാളം റിസോർട്ടുകളുണ്ട്. മാരിയറ്റ്, കെമ്പൻസ്കി, ക്രൗൺ പ്ലാസ, മൂവൻപിക്, ഹോളിഡേ ഇൻ, ഡെഡ് സീ സ്പാ ഹോട്ടൽ, ഇവാൻസൺ മാ ഇൻ, വിൻഡർ വാലി, സൊഹാട്ടി, റഷ്യൻ പിൽഗ്രിം റെസിഡൻസ് എന്നിങ്ങനെ 10 സ്റ്റാർ ഹോട്ടലുകൾ സൊവൈമയിൽ മാത്രമുണ്ട്. കൂടാതെ 10ഓളം വൻകിട റിസോർട്ട് പ്രോജക്റ്റുകൾ ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്നുമുണ്ട്. സൊവൈമ പിന്നിടുമ്പോൾ മണലാരണ്യങ്ങളുടെ കാഴ്ചയായി. റിസോർട്ടുകൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള മണൽക്കാടുകൾ മാത്രമാകുമായിരുന്നു ഡെഡ് സീ പരിസരം. ചാവുകടലും അതിൻ്റെ തീരത്തെ റിസോർട്ടുകളുമാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. മെയിൻ റോഡിൽ നിന്ന് കാർ മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മലമ്പാത തന്നെ. വഴി കുറച്ചുകൂടി ചെല്ലുമ്പോൾ പാത രണ്ടായി തിരിയുന്നു. ഇടത്തേക്ക് പോയാൽ അമ്മാനിലും വലത്തേക്ക് തിരിഞ്ഞാൽ മദബയിലുമെത്തും. മദബയിലെത്തുന്നതിന് തൊട്ടു മുൻപാണ് മൗണ്ട് നെബോ. ബെദുക്കളുടെ ആവാസ പ്രദേശങ്ങളാണ് ഇതെല്ലാം. കുന്നിൻ ചെരുവിൽ അവരുടെ മൺവീടുകളും ആട്ടിൻകൂട്ടങ്ങളുമെല്ലാം കാണുന്നു. ചെറുഗ്രാമങ്ങൾ തന്നെയാണിത്. ബെദുക്കൾ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചു നടക്കുന്ന കുന്നുകൾ. ഓരോ മലയും കയറിയാണ് യാത്ര. ചാവുകടൽ പ്രദേശത്തെ താഴ്ചയിൽ നിന്നും ജോർദാന്റെ യഥാർത്ഥ ഭൂനിരപ്പിലേക്കുള്ള കയറ്റമാണ്. പ്രശസ്തമായ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ ഭാഗമാണ് ചാവുകടൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ. ടർക്കിയിലെ ടോറസ് മലനിരകൾ മുതൽ ആഫ്രിക്കയിലെ മൊസാംബിക് വരെ നീണ്ടുകിടക്കുന്ന 6000 കിലോമീറ്റർ നീളമുള്ള ഭൂമിയുടെ വിള്ളലാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി. ദശലക്ഷക്കണക്കിന് വർഷം മുൻപ് ഒന്നായി കിടന്ന ആഫ്രിക്കൻ അറേബ്യൻ പ്ലേറ്റുകൾ അകന്നു മാറിയതിനെ തുടർന്ന് രൂപപ്പെട്ടതാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി. ആ വിള്ളലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലം പ്രവഹിച്ചാണ് ചെങ്കടൽ രൂപം കൊള്ളുന്നത്. വിവരണാതീതമായ പ്രകൃതി പ്രതിഭാസങ്ങൾ തന്നെയാണ് താഴ്ചയിലുള്ള ഡെഡ് സീയുടെയും ഉയരത്തിലുള്ള ഈ മലനിരകളുടെയുമെല്ലാം രൂപപ്പെടലിന് കാരണമായത്. ഈ പ്രദേശത്തെ റോഡുകളുടെ കിടപ്പ് തന്നെ ചേലുള്ള ഒരു കാഴ്ചയാണ്. ഇക്കാണുന്നത് ഇവിടുത്തെ ഒരു ഫയർ സ്റ്റേഷനാണ്. മലഞ്ചെരിവുകളിൽ ഇവിടെയൊക്കെ ധാരാളം ചെറുഗ്രാമങ്ങൾ ഉള്ളതുകൊണ്ടാവാം. അരമണിക്കൂറോളം മല കയറണം മൗണ്ട് നെബോയിലെത്താൻ. മുന്നിൽ അക്കാണുന്ന മലനിരകളുടെ മുകളിലാണത്. മനോഹരമായ പാതയാണ് അവിടേക്കുള്ളത്. അമ്മാനിൽ എത്തിച്ചേരുന്ന ഹോളിലാൻഡ് തീർത്ഥാടകർ അമ്മാനും മദബയും മൗണ്ട് നെബോയും കണ്ട് താഴേക്കിറങ്ങി ഇസ്രായേലിലെ ഗലീലി കടലിന്റെ തീരത്തെ പട്ടണങ്ങളിലേക്ക് പോകുന്നതാണ് പതിവ്. ഞാൻ പക്ഷേ അതിൻ്റെ നേരെ എതിർ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്.
ഈ സമയത്ത് മലയിറങ്ങുകയാണെങ്കിൽ കാഴ്ചകൾ പകർത്തുന്ന ക്യാമറയുടെ ലെൻസിലേക്കായിരിക്കും സൂര്യരശ്മി നേരെ പതിക്കുക. അതൊഴിവാക്കാനാണ് എതിർദിശയിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ സൂര്യരശ്മി ക്യാമറയിൽ പതിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് തെളിവാർന്ന ദൃശ്യങ്ങൾ കാണാനാവുന്നതും. സഞ്ചാരത്തിൽ യാത്രയുടെ മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ ദിക്കും സൂര്യന്റെ സ്ഥാനവുമൊക്കെ എത്ര പ്രസക്തമാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. യാത്രയ്ക്കിടെ പലയിടത്തു വച്ചും ചെമ്മരിയാട്ടിൻ പറ്റവുമായി ബെദൂയിൻ സ്ത്രീകൾ കടന്നു പോകുന്നത് കാണാം. ഈ മരുഭൂമിയിലെ വരണ്ട മണ്ണിൽ എന്തു തേടിയാണ് ആടുകൾ അലയുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു. പക്ഷേ ആടുകൾ ഉഷാറാണ്. മരുഭൂമിയിലെ ഒറ്റനാമ്പുകൾ കണ്ടെത്തി അകത്താക്കാൻ പ്രകൃതി അവരെ പഠിപ്പിച്ചിരിക്കുന്നു. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഈ ഭൂമിയിലാണ് നൂറ്റാണ്ടുകളായി ബെദുക്കൾ ആടുമേച്ചു നടക്കുന്നത്. ജനവാസത്തിന് ഒട്ടും യോജ്യമല്ലെന്ന് തോന്നുന്ന ഇവിടെയൊക്കെ എത്രയോ മനുഷ്യർ ജീവിച്ച് കടന്നുപോയിരിക്കുന്നു. സ്ഥിരമായി വാസമുറപ്പിച്ചവരും കൂടാരങ്ങളും ആടുകളുമായി അലഞ്ഞു നടന്നു ജീവിച്ചവരും അതിലുണ്ട്. മുന്നിലെ മലയുടെ നെറുകയിൽ ഒരു കെട്ടിടമുന കാണാം. മൗണ്ട് നെബോയും അവിടുത്തെ ദേവാലയവുമാണത്. അവിടേക്കാണ് ഞങ്ങൾക്കെത്തേണ്ടത്. ആബീസ് നല്ല വേഗത്തിൽ കാർ ഓടിക്കുന്നു. അപൂർവമായി മാത്രമേ ഈ പാതയിൽ വാഹനങ്ങൾ കാണുന്നുള്ളൂ. മിക്കതും ബെദുക്കൾ ആടിനെ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ്. തീർത്ഥാടകരും ടൂറിസ്റ്റുകളും മദബയിൽ നിന്ന് ചാവുകടൽ തീരത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വഴി ഉപയോഗിക്കൂ. അമ്മാനിൽ നിന്ന് നേരെ ചാവുകടലിനരികിലേക്ക് പോകണമെങ്കിൽ വേറെ നല്ല ഹൈവേ ഉണ്ട്. കാർ മൗണ്ട് നെബോയിൽ എത്തിയിരിക്കുന്നു. മൗണ്ട് നെബോ സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾ മാത്രമേ പ്രധാനമായും ഈ പാത ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴ്വാരത്ത് പച്ചപ്പുള്ള ചില ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലാണ് ഇവിടുത്തെ കർഷകർ ജീവിക്കുന്നത്. മൗണ്ട് നെബോയിലെ പുരാതന ദേവാലയത്തിനടുത്തേക്കാണ് നടക്കുന്നത്. ഗേറ്റ് കടക്കുമ്പോൾ വൃത്താകാരത്തിലുള്ള വലിയൊരു കല്ലാണ് ആദ്യം കാഴ്ചയിലെത്തുന്നത്. 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബൈസന്റൈൻ മൊണാസ്ട്രി ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കോട്ടയ്ക്ക് സമാനമായ മൊണാസ്ട്രി. അതിൻ്റെ പ്രധാന വാതിൽ അടച്ചിരുന്ന കല്ലാണ് ഇത്. അബൂബദ് എന്നാണ് ഈ വട്ടക്കല്ല് അറിയപ്പെടുന്നത്. ഇവിടെ കമ്പിളി കൊണ്ട് മറച്ച ഒരു ഷെഡ് കാണാം. പ്രദേശത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പഴയ മൊസൈക് ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള പുരാവസ്തുക്കൾ താൽക്കാലിക ഷെഡിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പഴയ നിയമപ്രകാരം തന്റെ ജനവുമായി 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞ മോശ ഒടുവിലായി കയറിയെത്തുന്നത് മൗണ്ട് നെബോയിലേക്കാണ്. ഇവിടെ നിന്ന് അദ്ദേഹം വാഗ്ദത്ത ഭൂമി തന്റെ ജനത്തിന് കാട്ടിക്കൊടുത്തു. പിന്നെ ഇവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു. മോശയെ ഈ മലയിൽ തന്നെയുള്ള ഒരു ഗുഹയിലാണ് സംസ്കരിച്ചതെന്നാണ് ഒരു വിശ്വാസം. സംസ്കാര സ്ഥലത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. മോവാബിലാണ് സംസ്കാര സ്ഥലമെന്നും ജെറുസലേമിൽ നിന്നും അല്പമകലെയുള്ള മാക്കം എൽ നബി മൂസ എന്ന കുടീരം മോശയുടേതാണെന്നുമൊക്കെയുള്ള വാദങ്ങൾ ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. പഴയ ബൈസന്റൈൻ പള്ളിയും മൊണാസ്ട്രിയുമൊക്കെ നിലനിന്നിടത്ത് ഇപ്പോൾ പുതിയൊരു ദേവാലയം ഉയർന്നിട്ടുണ്ട്. ഫ്രാൻസിസ്കൻ സന്യാസി സഭയാണ് ഇതിൻ്റെ ചുമതലക്കാർ. പള്ളിയുടെ പണി പൂർത്തിയായിട്ടില്ല. അതിനാൽ സന്ദർശകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുമില്ല. 2006-ൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പഴയ പള്ളിയാണ് ഉണ്ടായിരുന്നത്. അത് പൊളിച്ചുമാറ്റിയാണ് പുതിയത് പണിയുന്നത്. ഇവിടെ ഒരു വെങ്കല ശില്പമുണ്ട്. ബ്രാസൻ സെർവന്റ് എന്നും സെർപ്പന്റൈൻ ക്രോസ് എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ ശില്പം ഇറ്റാലിയൻ ശില്പി ജിയോവാനി ഫാന്റോനിയുടെ സംഭാവനയാണ്. ഇവിടെ നിന്ന് താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് പണ്ട് മോശ കണ്ട അതേ കാഴ്ച തന്നെയാണ്. താഴ്വരകൾക്കും ചാവുകടലിനുമപ്പുറം വാഗ്ദത്ത ഭൂമി. ഈ പോയിന്റിൽ നിന്ന് ഹെറോദിയം, ബേത്ലഹേം, ജെറുസലേം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ദിശയും ദൂരവും ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. താഴ്വാരത്ത് കുറെ കൂടി വ്യക്തമായി പണ്ട് ചാവുകടൽ കണ്ടിരിക്കാം. അത്രയ്ക്കും വിസ്തൃതമായിരുന്നല്ലോ അന്ന് ആ കടൽ. മോശയ്ക്ക് മുൻപും ശേഷവും ജനവാസമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു മൗണ്ട് നെബോ. എന്നാൽ AD 2-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രമായി കണ്ടു. ജെറുസലേമിൽ നിന്നും അവർ കാൽനടയായാണ് ഈ മലമുകളിലേക്ക് എത്തിയിരുന്നത്.
AD 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ ഈജിപ്തിൽ നിന്നുള്ള ഒരു സംഘം സന്യാസിമാർ ഇവിടെ എത്തിയിരുന്നു. അവർ മലമുകളിൽ ഒരു ചെറിയ പള്ളിയും ചെറിയൊരു മഠവും സ്ഥാപിച്ചു. അത് എങ്ങനെയാണ് തകർന്നതെന്ന ചരിത്രമൊന്നും ലഭ്യമല്ല. പിന്നീടാണ് 6-ാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻമാർ ഇവിടെ എത്തുകയും വിപുലമായ രീതിയിൽ ഒരു ദേവാലയവും മൊണാസ്ട്രിയും പണിയുകയും ചെയ്തത്. 1930കളിലാണ് മൗണ്ട് നെബോയിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. തകർന്നടിഞ്ഞുകിടന്ന ബസിലിക്കയുടെ താഴെ 6 മൃതദേഹ കുടീരങ്ങളൊക്കെ അന്ന് കണ്ടെത്തിയിരുന്നു. ഇവിടെ ചെറിയൊരു മ്യൂസിയം പണി പൂർത്തിയായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്നില്ല. പുരാതന കാലത്തെ പാത്രങ്ങൾ, ഉപകരണങ്ങൾ, ഈജിപ്ഷ്യൻ സന്യാസിമാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, ബൈസന്റൈൻ മൊസൈക്ക് വർക്കുകൾ എന്നിവയെല്ലാമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ മൊസൈക്കുകളിലെ ലിഖിതങ്ങളും മറ്റുമാണ് അന്നത്തെ കാലഘട്ടത്തെ ഗവേഷകർക്ക് മുൻപിൽ തുറന്നു കാട്ടിയത്. കൂടാതെ മൺപാത്രങ്ങൾ, 1000-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള പാത്രങ്ങളാണിത്. ബൈസന്റൈൻ ദേവാലയത്തിന്റെ തൂണുകളും ദേവാലയ രൂപരേഖയുമെല്ലാം ഇവിടെയുണ്ട്. അധിക സമയം ഇവിടെ ചെലവഴിക്കാനില്ല. പുറത്തേക്ക് നടക്കുമ്പോൾ വഴിയിൽ ഇങ്ങനെയൊരു സ്തംഭം കാണാം. 2000-ാം ആണ്ട് മാർച്ച് 20-ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മൗണ്ട് നെബോ സന്ദർശിച്ചിരുന്നു. 2009-ൽ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയും ഇവിടെ എത്തുകയുണ്ടായി. പാർക്കിങ്ങിൽ ഹാബീസിന്റെ കാർ മാത്രമേ ഉള്ളൂ. മറ്റു വാഹനങ്ങളൊക്കെ പോയിക്കഴിഞ്ഞിരിക്കുന്നു. താഴെ കാർഷിക ഗ്രാമങ്ങൾ. മറ്റൊരു കാർ പാർക്കിങ്ങിലേക്ക് എത്തി. ഒരു ടൂറിസ്റ്റും കൂടെ ഒരു ഗൈഡുമുണ്ട്. അവർ ദേവാലയത്തിനടുത്തേക്ക് പോകുന്നു. ഹാബിസിന്റെ കാറിൽ മൗണ്ട് നെബോയിൽ നിന്നും മടങ്ങുകയാണ്.